ഹായ് എവരിവൺ. ഇന്ന് ജൂൺ 17. ഇന്നത്തെ ദിവസം നമുക്ക് ലണ്ടൻ സെക്ഷന്റെ സമയത്ത് കിട്ടിയ ഒരു സ്കാൽപ്പിംഗ് എൻട്രിയാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. ഇന്ന് ഏകദേശം നമുക്ക് ഒരു $80 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ എൻട്രിയാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അത് കിട്ടിയത് യൂറോ USDയിലാണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം നോക്കിയത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ സെക്ഷന്റെ ഹൈയും ലോയും ലിക്വിഡിറ്റി ഏരിയാസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ സെക്ഷന്റെ ഹൈ യൂറോ ഗ്രാബ് ചെയ്തിട്ട് നിൽക്കുന്ന സമയമാണ്. ഓക്കെ, ഇതാണ് ഏഷ്യൻ സെക്ഷന്റെ ഹൈ, ഇതാണ് ലോ. അപ്പൊ ആ ഒരു സെക്ഷന്റെ ഹൈ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് പുതിയൊരു സ്ട്രക്ചർ, ഒരു മാർക്കറ്റിൽ പുതിയ സ്ട്രക്ചറിന്റെ ഫോർമേഷൻ ക്രിയേറ്റ് ആവാൻ, അതായത് ഒരു MSS കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നല്ലൊരു MSS കിട്ടുന്ന ഏരിയയിൽ നിന്നാണ് മെയിൻലി നമ്മൾ എൻട്രി ഫോക്കസ് ചെയ്യാറുള്ളത്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ഏകദേശം ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഒരു MSSന്റെ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള MSS ആണിത്. ആദ്യം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം, ഏഷ്യൻ സെക്ഷന്റെ ഹൈ ഗ്രാബ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് റിവേഴ്സ് ഇറങ്ങി ഈ ഒരു ടൈമിൽ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഭാഗത്ത് നമുക്കൊരു MSS കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടാണ് മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ ചേഞ്ച് ആയത്. ആ ചേഞ്ച് ആയ ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു OB ഉണ്ട്, ചെറിയൊരു FEG ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു FEG ഫോർമേഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് മെയിൻലി എൻട്രി നോക്കാൻ പറ്റും. ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത ലിക്വിഡിറ്റി, തൊട്ടടുത്ത് കിടക്കുന്ന ലിക്വിഡിറ്റി ഏരിയ ആണ് നോക്കേണ്ടത്. നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ ടാർഗറ്റ് വെച്ചുകൊണ്ട് വേണം നമുക്ക് എൻട്രി എടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ സിങ്ക് ഹൈയുടെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു 1:2 നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻട്രി കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ പുഷ് ചെയ്തത്. ഓക്കെ, ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മുടെ എൻട്രി പുഷ് ചെയ്തത്. ഇതായിരുന്നു ടാർഗറ്റ്. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് ടാർഗറ്റ് വെച്ചത്. സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ ഒരു സിങ്ക് ഹൈ ആണ്. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ച് നമ്മുടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ എൻട്രി ടാർഗറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് യൂറോ USDയിൽ കിട്ടിയ ഒരു സ്കാൽപ്പിംഗ് എൻട്രി ആണ് ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്.